ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോമോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ടൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ജസ്റ്റ് ഒന്ന് സ്ലൈസിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമ്മളെടുത്ത ക്യാബേജിൻ്റെ ഒരു 3/4 ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇതുപോലെ തന്നെ ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് നമ്മുടെ ഫില്ലിങ്സ് ആട്ടോ. ഫില്ലിങ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് വരട്ടിയെടുക്കാം. നമ്മൾ വെച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെന്ന്. വെള്ളം നന്നായിട്ട് പറ്റി കഴിഞ്ഞിട്ട് നമുക്കിനി എണ്ണ വെച്ച് നമുക്ക് ഇനി വറക്കാമേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ഇടുക. നമ്മളിവിടെ 5 ഇടുക. എന്നിട്ട് ജസ്റ്റ് ഈ മുട്ട ഒന്ന് പൊടിച്ചു കൊടുക്കുക. പിടിക്കണേക്കാൾ മുമ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. മുട്ടയുടെ ഉണ്ണി ആവശ്യം ഇഷ്ടമല്ലാത്തവർ ഇത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ അതുകൂടി ഇട്ടുന്നുള്ളൂ. അപ്പം നമ്മുടെ ഫില്ലിങ്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്രത്യേക നല്ല സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട്. നല്ല സ്മെല്ല് പറഞ്ഞാൽ ഒരു ക്യാബേജിൻ്റെ മറ്റേ പച്ച സ്മെല്ല് മാറിയിട്ട് നല്ല സ്മെല്ലായിട്ട് ഇപ്പോൾ വന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സിനകത്ത് നമുക്കിനി മയോണൈസ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബ്രെഡ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 2 മുട്ട പൊട്ടിക്കാം. ഇനി നമ്മുടെ മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് ജസ്റ്റ് മുട്ടയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ജസ്റ്റ് മഴ പെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒന്ന് പോന്നു. അപ്പോൾ നമ്മളിനിയിപ്പോൾ റോസ്റ്റ് ചെയ്ത് മൊത്തം എടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ വന്നാണ് കുറച്ചൊക്കെ റോസ്റ്റ് ചെയ്ത്. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡിനകത്ത് നമ്മുടെ ഫില്ലിങ്സ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പീസ് തക്കാളി ഇങ്ങനെ വയ്ക്കുക. ഒന്നുകൂടി ഫില്ലിങ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടിട്ട് കൊതി വേണം. എന്നിട്ട് നമ്മുടെ മറ്റേ ബ്രെഡും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടാ കിടിലൻ സാധനം. അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ തന്നെ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ചൂട് കയറ്റണമെങ്കിൽ ചൂടാക്കാം കേട്ടോ. കണ്ട സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. കിടുക്കാച്ചി സംഭവം സൂപ്പറാട്ടോ. ഒരു രക്ഷയില്ല. നല്ല സാധനം എന്ന് പറഞ്ഞാൽ നല്ല സാധനം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം. സൂപ്പർ ടേസ്റ്റ് എന്നാൽ സൂപ്പർ ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ്. അതെ ഒരു പീസ് പോലെ എടുത്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് നോ മോർ, സൈനിങ് ഔട്ട്.